റെഡ് സ്വിച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ടി വി എസിൻ്റെ ഡൂറോമാക്സ് BS6 CNG വാഹനമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. എല്ലാവരും തെറ്റായ രീതിയിലാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമൂലം ഇതിൻ്റെ IST കൺട്രോൾ കത്തിപ്പോവുകയും പിന്നീട് IST കൺട്രോൾ മാറ്റി വെക്കേണ്ടയും സ്ഥിതിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആവുന്നതിൻ്റെ ഒരു പരിധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ IST കൺട്രോൾ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഐറ്റം. നമ്മൾ ഡൂറോമാക്സ് ഓടിക്കുന്നവർ 2-3 വർഷം കഴിഞ്ഞ വണ്ടിക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഈ IST കൺട്രോൾ യൂണിറ്റ് കത്തിപ്പോവുക, അല്ലെങ്കിൽ ഇത് ഷോർട്ടാവുക, വണ്ടി സ്റ്റാർട്ടാവാണ്ടിരിക്കുക, ബാറ്ററി ചിഹ്നം കാണിച്ചിരിക്കുക. അതായത് സ്പീഡോമീറ്ററിൻ്റെ ക്ലസ്റ്ററിൽ ഇവിടെ ഒരു ബാറ്ററിയുടെ സെൽഫ് അടിക്കുമ്പോൾ ബാറ്ററിയുടെ ചിഹ്നം കത്തിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഒന്ന് IST കൺട്രോൾ യൂണിറ്റ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി IST കൺട്രോൾ യൂണിറ്റിലേക്ക് വരാം. ഈ സംഭവം എങ്ങനെയാണ് കംപ്ലൈൻറ്റ് വരുന്നത്? ഒന്ന് ക്വാളിറ്റി ഇഷ്യൂ, അതായത് പഴക്കം വന്നു കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് വരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പും ചെയ്യുന്ന കസ്റ്റമർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വണ്ടി സ്റ്റാർട്ടാക്കാൻ മാത്രം നമ്മുടെ ഈ സെൽഫ് സ്വിച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. റെഡ് സ്വിച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഓഫ് ചെയ്യാനായിട്ട് ഒരിക്കലും ഇതിൽ ലോങ് പ്രസ് ചെയ്യരുത്. പ്രസ് ടു സ്റ്റാർട്ട്, ഹോൾഡ് ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിന് കംപ്ലൈൻറ്റ് വരും. അത് ഓഫ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഇഗ്നേഷൻ താക്കോല് ഓഫ് ചെയ്ത് വാഹനം ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ IST കൺട്രോൾ യൂണിറ്റിന് ലൈഫ് കൂടുതൽ കിട്ടും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, താക്കോൽ ഓൺ ചെയ്ത് ഈ പ്രസ് ചെയ്യേണ്ട സാധനം ലോങ് പ്രസ് ചെയ്ത് വെക്കരുത്. അതായത് നമ്മൾ സെൽഫ് മോട്ടറുള്ള വാഹനത്തിന് സെൽഫ് അടിക്കുന്ന പോലെ ഇതിങ്ങനെ ഞെക്കി പിടിക്കരുത്. അതായത് കാണിച്ചു തരാം, ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ഞെക്കി സ്റ്റാർട്ടാവണവരിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കരുത്. പിടിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഓവർ കറണ്ട് വരും. അത് പെട്ടെന്ന് ഷോർട്ട് ആവാനും കംപ്ലൈൻറ്റ് വരാനും കോയിൽ കംപ്ലൈൻറ്റ് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കോൽ ഓണാക്കുക, ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ്സിൽ വിട്ടേക്കുക. അത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കരുത്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൂടിയാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. കാരണം ഒരുപാട് പേരുടെ കൺട്രോൾ യൂണിറ്റ് ഇതേപോലെ നമുക്ക് ഒരു മാസം തന്നെ 10-12 വണ്ടികൾക്ക് ഒരുമിച്ച് മാറേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഇതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇത് എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ചാനലിൽ രേഖപ്പെടുത്താനായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് ടാറ്റ, ബൈ ബൈ, സീ യു.